യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. എന്നോ നീ വന്നിടും എന്നാത്മനാഥ, വന്നല്ലാതെന്നാദി തീരുകില്ല. എന്നോ നീ വന്നിടും എന്നാത്മനാഥ, വന്നല്ലാതെന്നാദി തീരുകില്ല. ഒന്നേ എന്നാശ നിന്നെ കാൺമാൻ, ആമേൻ കർത്താവേ വന്നിടണേ. ഒന്നേ എന്നാശ നിന്നെ കാൺമാൻ, ആമേൻ കർത്താവേ വന്നിടണേ. എന്നേശുവേ നീയാശ്രയം, എന്നാളും മന്നിലി സാധുവിന്. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ. എന്നേശുവേ. ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 6:7, 8, 9 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 6 വേർഡ്സ് 7, 8 and 9. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുകയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. And the Lord said, I will destroy man whom I have created from the face of the earth, both man and beast, and the creeping thing, and the fowls of the air, for it repented me that I have made them. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ബട്ട് നോഹ ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. These are the generations of Noah. Noah was a just man and perfect in his generation, and Noah worked with God. Second session like റിക് വാറന്റെ The Purpose Driven Life എന്ന ബുക്കിലേക്ക്. What is your view of life? You may be basing your life on a faulty life metaphor. You fulfill the purposes God made you for. You will have to challenge conventional wisdom and replace it with the biblical metaphors of life. The Bible says, do not conform yourself to the standards of this world, but let God transform you inwardly by a complete change of your mind. Then you will be able to know the will of God, seeing life from the God's view. The Bible offers 3 metaphors that teaches God's view of life. Life is a test, life is a trust, and life is a temporary assignment. These ideas are the foundation of purpose-driven living. We will look at the first 2 in this chapter and the third one of the next. നമുക്ക് third സെഷനിലേക്ക് പോകാം. Proverbs chapter 6 വേർഡ്സ് 5, 6 and 7. സദൃശവാക്യങ്ങൾ 6:5, 6, 7. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കാം. Deliver thyself as a roe
of the hunter and as a bird from the hand of the fowler. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കാം. Go to the ant, thou sluggard, consider her ways and be wise. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും, which having no guide, overseer or ruler. നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോകാം. This for children. ഇതിൻ്റെ മെയിൻ ഹെഡിങ് ആണ് മലമുകളിൽ ഉയർന്ന പുക. പുറപ്പാട് 19:16-20 വരെ. ദൈവം ഇസ്രായേലിലൂടെ തുടർന്നും പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചു. അവർ അവനെ സ്നേഹിക്കണമെന്നും അവനിൽ ആശ്രയിക്കണമെന്നും ദൈവം ഇച്ഛിച്ചു. ദൈവിക കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് തങ്ങളുടെ സ്നേഹം അവർ വെളിപ്പെടുത്തേണ്ടിയിരുന്നു. ഈജിപ്ത് വിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അവർ സീനായി മലയുടെ അടുത്തെത്തി അവിടെ പാളയമിറങ്ങി. അവിടെ ദൈവം തൻ്റെ വലിയ ശക്തി വെളിപ്പെടുത്തി. അവൻ അവരോട് ഒരു കരാർ ചെയ്തു. സീനായി മലയുടെ സ്ഥാനം ഭൂപടം നോക്കി മനസ്സിലാക്കുക. 3-ാം ദിവസം കാലത്ത് അവിടെ ഒരു വലിയ മിന്നലും ഇടിമുഴക്കവും ഉണ്ടായി. മലമുകളിൽ ഒരു കനത്ത മേഘം കാണപ്പെട്ടു. വളരെ ഉച്ചത്തിൽ കാഹളം ഊതുന്ന പോലൊരു ശബ്ദം മുഴങ്ങി. പാളയത്തിലുള്ളവർ ഭയന്നു വിറച്ചുപോയി. ദൈവത്തെ കാണുന്നതിനായി മോശ അവരെ പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിന്ന് സീനായി മല മുഴുവനും കനത്ത പുക നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. ദൈവം അഗ്നിക്കുള്ളിൽ ആ മലമുകളിൽ ഇറങ്ങി വന്നതായിരുന്നു. പുക ഒരു തീച്ചൂളയിലേതുപോലെ ഉയർന്നുകൊണ്ടിരുന്നു. ജനങ്ങൾ അത്യന്തം ഭയചകിതരായി. കാഹളത്തിൻ്റെ ശബ്ദം അധികം ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. മോശ ദൈവത്തോട് സംസാരിച്ചു. ദൈവം ഇടിമുഴക്കത്തിലൂടെ മോശയ്ക്ക് മറുപടി നൽകി. കർത്താവ് സീനായി മല മുകളിൽ ഇറങ്ങി വന്ന് മോശയെ വിളിച്ചു. മോശ യഹോവയെ കാണുന്നതിനായി മല മുകളിലേക്ക് കയറിപ്പോയി. 10 കൽപ്പനകൾ. പുറപ്പാട് 20:1-17 വരെ. ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് 10 കൽപ്പനകൾ നൽകി. അവർ അത് പാലിച്ചാൽ പകരമായി അവരെ സ്വന്തം ജനമായി താൻ കരുതിക്കൊള്ളാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. അവർക്ക് പാർക്കുവാനായ ഒരു ദേശം ദൈവം നൽകും. ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ദൈവം ഇങ്ങനെ അവരോട് പറഞ്ഞു. നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാവുന്നു. നിങ്ങൾ അടിമകളായിരുന്ന ഈജിപ്തിൽ നിന്ന് ഞാനാണ് നിങ്ങളെ സ്വതന്ത്രരാക്കിയത്. എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ആകാശത്തിനും ഭൂമിയിലും വെള്ളത്തിലുമുള്ള ഒരു ജീവിയുടെയും രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാവുന്നു. മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ വെറുക്കുന്നവരുടെ പിൻതലമുറകളെയും ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരെ ഞാനും സ്നേഹിക്കും. എൻ്റെ നാമം ദുരുപയോഗം ചെയ്യരുത്. എൻ്റെ പേര് ദുരുപയോഗമാക്കുന്നവരെ നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. 4 സെക്ഷനിലൂടെ തീർന്നിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.